ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഞാൻ എൻ്റെ കളർ സെറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തൊക്കെ ഇൻക്ലൂഡ് ആയതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്. ഇതിൻ്റെ യൂസ്ഫുൾ എന്താണ്, ബാഡ് എന്താണ്, ഗുഡ് എന്താണെന്നൊക്കെ ഞാൻ പറയാം. ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചത്. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഓഫറിലായതുകൊണ്ട് 150 രൂപയുള്ളൂ. ഇപ്പോൾ ഇതിന് 200 ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാം കേട്ടോ. ഇത് എത്ര വയസ്സ് മുകളിലുള്ള ആൾക്കാർക്കാണ് ഇത് യൂസ് ചെയ്യുക, ഇതിന് വാണിംഗ് എന്താണ്, ഇത് നല്ല പ്രൊഡക്റ്റാണോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇൻക്ലൂഡ് ആയതും ഇതെത്ര നല്ലതാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദീകരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് ഇൻക്ലൂഡ് ആയത് പറയാമെന്ന്. 36 മാർക്കേഴ്സ്, 24 വാക്സ് ക്രയോൺസ്, 24 ഓയിൽ പേസ്റ്റർ, 24 കളർ പെൻസിൽ, 20 ക്ലിപ്സ്, 12 വാട്ടർ കളേഴ്സ്. പിന്നെ അപ്പുറത്ത് 1 ബ്രഷ്, 1 പാലറ്റ്, 1 സ്റ്റാപ്ലർ, 1 സിസർ, 1 ഷാർപ്നർ, 1 വൈറ്റ് പെൻ, 1 ഗ്ലൂ, 1 റൂളർ, 1 എറേസർ, 1 പെൻസിൽ. പിന്നെ ഇത് 6 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുള്ളൂ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വാണിംഗ് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളൊന്നും ഇത് യൂസ് ചെയ്യരുത്, കാരണം മുറിവൊക്കെ ഉണ്ടാകാൻ സൈഡൊക്കെ ഭയങ്കര ഗ്രിപ്പായതുകൊണ്ട് മുറിവുണ്ടാകും കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് മെയ്ഡ് ഇൻ ചൈനയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തൊക്കെയാണ് തോന്നിയതെന്ന്, അപ്പം ഞാൻ ഇതിനൊരു ഹാൻഡിലായിട്ട് നമുക്ക് പിടിച്ച് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ അടിയിലാണെങ്കിൽ ഒരു കുഞ്ഞ് ബട്ടൺ കൂടി ഉണ്ട്, അതുകൊണ്ട് എത്ര ഷേക്ക് ചെയ്താലും ഒറ്റൊന്ന് പോലും താഴത്തേക്ക് വീഴില്ല കേട്ടോ. അത്രയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. പിന്നെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളർ മാത്രം ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീഷോൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഒരു കളർ എവിടെയെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ കളർ പെൻസിൽ ഒന്ന് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ ലൈറ്റ് ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു പേസ്റ്റൽ കളറായിട്ടാണ്. എനിക്ക് സ്കെച്ചസ് അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, പക്ഷേ ഇതിൽ മാർക്കറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഗ്ലൂവിനെ കുറിച്ചിട്ട്, ഗ്ലൂ കുഴപ്പമില്ല, എന്നാലും ഗുഡ് ഓർ ബാഡ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ആയിട്ടാണ് ഞാൻ കൊടുക്കുക, കാരണം അത്രയ്ക്കും കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അത്. അപ്പം ഞാൻ എല്ലാത്തിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് ക്യൂട്ട് എസ്തെറ്റിക്കും. പിന്നെ എറേസർ പറയുകയാണെങ്കിൽ നമ്മുടെ നോർമൽ എറേസർ തന്നെയാണ്. സ്കെയിലാണെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ അതിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പെൻസിൽ വലുതായിരുന്നു, അത് എൻ്റെ അനിയത്തി പൊട്ടിച്ചു. പിന്നെ ഇവിടുത്തെ ബ്രഷ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തതായിരുന്നു, അതെവിടെയെന്ന് എനിക്കറിയില്ല. പിന്നെ പറയണത് ക്ലിപ്സാണ്. ക്ലിപ്സ് നമുക്ക് ബുക്ക് മാർക്കൊക്കെ ആക്കിയിട്ട് വെക്കാം. അതിനാണ് ഞാൻ ഗ്രീൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം. പിന്നെ ഞാൻ വാട്ടർ കളേഴ്സ് നിങ്ങൾക്ക് പറയണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹാൻഡിൽ കാണിച്ചിരുന്നുണ്ട്. പിന്നെ ഞാൻ സിസേഴ്സാണ്. സിസേഴ്സ് എൻ്റെ സിസ്റ്റർ നല്ലതായതുകൊണ്ട് അത് പൊട്ടി. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റാപ്ലെയർ ആട്ടോ. സ്റ്റാപ്ലെയർ നല്ല അടിപൊളിയാട്ടോ, മിനി ആണെങ്കിലും നമുക്ക് അടിപൊളിയായിട്ട് നമുക്കിത് കൊണ്ടെടുക്കാം. ഇപ്പം ഞാൻ ബുക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, അത്രയ്ക്കും ഗുഡാണ്. എനിക്ക് കുഞ്ഞൊരു പിന്ന് മതി കേട്ടോ ഇതിന്. പിന്നെ ഞാൻ ഷാർപ്പനറാണ് കാണിച്ചു തരുന്നത്. പെൻസിലൊക്കെ നല്ല ഷാർപ്പനർ ചെയ്തിട്ട് നല്ലതാട്ടോ, എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ കളർ പെൻസിൽ ഞാനൊരു കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓയിൽ പേസ്റ്റിട്ട് ഒരു കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ക്രയോൺ എടുത്തിട്ടുണ്ട്. എന്താ ഇവിടെ ഒരു മിസ്സിങ്, അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ നീറ്റ് കൊണ്ടുപോയതാണ്. പിന്നെ ഞാൻ ഒരു ക്രയോണിട്ട് ഒരു റെഡ് എടുത്തു, പിന്നെ സ്കെച്ചിട്ട് ഒരു ഗ്രീൻ എടുത്തുട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്പോഞ്ച് എന്തിനാണ് ചോദിച്ചിരുന്നു, അപ്പോൾ ഇത് ഓയിൽ പേസ്റ്റ് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യാനാണ്. അപ്പോൾ അതാ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ ബൈ.